ദിവസം കൂടെ 50,000 ആയി. 50,000 ആയിപ്പോ വീണ്ടും ഈ കൊച്ചിനെ ചെക്ക് ചെയ്യുന്നു. 22, ഞാൻ നിങ്ങൾ കാണുന്നത് 22/5, 10 ദിവസമായപ്പോൾ 16,000 ആയി. ഈ കൊടുത്ത മരുന്നിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഈ കളിക്കുന്ന കളി മൊത്തവും. ഈ കൊച്ചിനെ എന്ത് ചെയ്യുന്നു? ബോൺമാരോ ചെയ്യാനായിട്ട് മിഷനെ കയറ്റി കിടക്കുന്നു. മിഷനകത്ത് കയറ്റി കയറ്റിയപ്പോ അതിന്റെ അച്ഛന്റെ അനുജൻ എന്റെ മുമ്പിൽ ഇരിക്കുന്നു, വേറൊരു കൊച്ചിനെ കൊണ്ട് ഇതേ കാര്യത്തിൽ. അപ്പോൾ അയാൾ വിളിച്ചു ചോദിക്കുന്നു, അയാൾ ഒരു കൂലി വേലക്കാരനാ. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ബോൺമാരോ ചെയ്യാൻ പോവാണ്. ബോൺമാരൊന്നും അറിഞ്ഞൂടാ, ഡ്രില്ല് ചെയ്യാൻ പോവാണെന്നാ പറഞ്ഞു. ഡ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ അവൻ അന്നേരം മരിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി അല്ലെന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴയാൾ എന്നോട് പറഞ്ഞു, വൈദ്യുതി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരട്ടെ. ഞാൻ വേറെ ഒരാൾക്കുള്ള പ്ലേറ്റിന്റെ കൗണ്ട് കൂടി അവർക്ക് അറിയാം. ഞാൻ പറഞ്ഞു, ജനനത്തിനോ മരണത്തിനോ ഞാൻ കാരണമല്ല. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി. ഇടയ്ക്ക് വെച്ച് വല്ലതും സംഭവിച്ചാൽ അത് ഞാൻ ആള് കൊച്ചിനെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇതൊന്ന് നോക്കിക്ക്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടിപ്പുറത്തെയാണ് ഗ്രീൻ ഗാർഡൻ ഹോസ്പിറ്റൽ. അവിടെ കൊണ്ടുപോയിട്ട് 17ാമത്തെ ദിവസം കൊടുത്തത് നമ്മുടെ പപ്പങ്ങയുടെ ഇല ഇടിച്ചു കഴിഞ്ഞ നീര് 10 അമ്പൽ 3 നേരം നിലം പറണ്ട കഞ്ഞി വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് തെങ്ങിന്റെ ചന്തങ്ങയില കരിക്കിനകത്ത് പുകയറ കഴി പോലെ 17ാമത്തെ ദിവസം കൊണ്ട് ചെക്ക് ചെയ്ത് 1,20,000 കണ്ടാ. ആ കൊച്ചിന് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഫസ്റ്റ് ക്ലാസ്. ഇവനെ ബോൺമാരോ ചെയ്തിരുന്നെങ്കിലുള്ള ഗതി ഒന്ന് പറ നിങ്ങള്. നിങ്ങൾക്ക് നിങ്ങളെ അറിയില്ല, പ്രകൃതിയെ അറിയില്ല, ചുറ്റുവട്ടം എന്താണെന്നറിയില്ല. ഒന്ന് അടുത്തത് കേട്ടോണം. ഏറ്റവും വലിയ തമാശ ഇതിനാണ്. ഏറ്റവും വലിയ വേറൊരാക്കള് എത്ര സാർ ഇത് പ്ലേറ്ററിന്റെ കൗണ്ട് 0.26 ആണോ? എത്ര ഡേറ്റ് എന്ന് പറഞ്ഞ് 21/6. ഇതെത്ര ഡേറ്റ്? 22/7. എത്ര ദിവസമായി? 21/6 2/7 11 ദിവസം ആണോ? ഇത് എത്രയാ സാർ? ഇത് 3,59,000. ഇവന്റെ മൊത്തം ബ്ലഡ് എടുത്ത് മാറ്റി വെച്ചാൽ കിട്ടുവോ? അതാ നിങ്ങൾ ആരെങ്കിലും മൊത്തം ബ്ലഡ് മാറ്റി വെച്ചാൽ, ഫുള്ള് ബോഡി കിടക്കുന്ന ബ്ലഡ് എടുത്ത് മാറ്റി വെച്ചാൽ ഈ കൗണ്ട് കിട്ടുവോ? കിട്ടൂല. വെറും പപ്പങ്ങയുടെ ഇല. ഇപ്പൊ അയാൾ ഇടയ്ക്കിടയ്ക്ക് വല്ലതും കുറയുമ്പോ അയാൾ എന്ന് പറയുന്നത്, ഒരു ഞാൻ ചോദിച്ചു തെങ്ങിന്റെ മൂട് പിടിക്കുന്നുണ്ട് ഞാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചങ്ങാതി ഇത് ഇടയ്ക്ക് നീ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറയുന്നത്, ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് കുറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പപ്പങ്ങയുടെ ഇല പറിച്ച് കഴിച്ചായിരുന്നു. കർമൂസയുടെ ഇല അതിന് കർമൂസ ഡെയിലി കഴിച്ചാൽ പ്ലേറ്ററ്റ് കുറയല്ല. ഇത്രേ ഉള്ളൂ. അത് നിങ്ങൾ കൊണ്ടത് കളഞ്ഞിട്ട് അണ്ണാനും വവ്വാലിനും കൊടുക്കും. ഇത്രേ പറഞ്ഞോളൂ. ഞാൻ പപ്പങ്ങയുടെ ഇല ഇത് കാണിക്കാനല്ല ഞാൻ എടുത്തത്, വേറെണ്ണം കണ്ടോളൂ. ഇതോ അല്ല, ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനുണ്ട്. വേറെ ഇവരൊക്കെ അന്ധമായി കുറെ വിശ്വാസം കൊണ്ട് നടക്കാണ്. ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ക്രാഫ്റ്റ് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ. എന്താണ് നിങ്ങൾക്ക് ഇല്ല ഉപ്പിന്റെ ആർക്കാ വേണ്ടി ചോദിച്ചോ, ഇതിന്റെ ഫോട്ടോ എടുത്തോളൂ. ഉപ്പിന്റെ കോപ്പി ഇതായിരിക്കുന്നു. ഉപ്പ് തിന്നാൽ ഉണ്ടാവുക എന്നുള്ളത് അത് ആധികാരിക പുസ്തകമാണ്, അല്ലാതെ വെറുതെ അങ്ങോട്ട് തട്ടുന്നതല്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ക്ലാസ് എടുക്കാൻ ഇരിക്കും എന്റെ മുമ്പിൽ ആരൊക്കെ ഇരിക്കുന്നത് എനിക്കറിയില്ല. അതറിയോ? അങ്ങനല്ല. നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അതിന്റെ മൊത്തം തെളിവ് എവിഡൻസോട് കൂടി പറഞ്ഞില്ലെങ്കിൽ ഇവനൊക്കെ എന്നെ എപ്പോ തട്ടുമെന്ന് ചോദിച്ചാൽ മതി. ഇതൊക്കെ എന്റെ ഇരിക്കുന്നോണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഉപ്പിനെന്ന് പറഞ്ഞാൽ ഉപ്പ് കഴിച്ചാണ് കുട്ടികളുണ്ടാവൂല എന്നുള്ളതിന്റെ തെളിവ്. പൊടിയുപ്പ്, അയഡിൻ ചേർന്ന ഉപ്പ്. അതിന്റെ അകത്തെ പേജിനകത്ത് കാണാം. ചൊവ്വേ കാണാം. എന്നാ നിങ്ങളെ ഇതിനകത്ത് എന്റെ ഒത്തിരി പേപ്പർ ഇപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കിയെടുക്കാം. ഇപ്പൊ ഇരിക്കട്ടെ. അപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അന്ധമായി നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ കളഞ്ഞിട്ട് പ്രകൃതിയെ വിശ്വസിക്കുകയും ശരീരത്തിനെ വിശ്വസിക്കുകയും തമ്പുരാനെ വിശ്വസിക്കുകയും ചെയ്യാമെങ്കിൽ ഒരു രോഗവും വരും. ഇതാണ് എന്റെ ഒരു കാരണവശാലും കൊടുക്കരുത്. ഒരു കാരണവശാലും പോളിയോയുടെ കുത്തിവെപ്പും ഈ ആന്റിബയോട്ടിക്കും ഈ പ്രതിരോധ കുത്തിവെപ്പും നടത്തരുത്. മന്ദിരോഗത്തിന്റെ ഞാൻ ഒറ്റ കാര്യം എന്റെ മോളുടെ കാര്യം തന്നെ പറഞ്ഞുതരാം.
അവള് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ കുത്തിവെപ്പിന്റെ ഈ ഗുളിയും കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു കാരണവശാലും കഴിക്കരുത്, നിന്നെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഞാൻ നോക്കിക്കൊള്ളാം. അവസാനം എന്നെ വിളിച്ചപ്പോ ഞാൻ ഒറ്റ വാചകം പറഞ്ഞോളൂ. അപ്പം ഈ ഫൈലേറിയയുടെ ഡയറക്ടർ ഉണ്ട് ആലപ്പുഴ ജില്ലയുടെ, ഒറ്റ ചോദ്യം ചോദിച്ചു. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് 6 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സുഗുണം മെമ്പർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. 48 വർഷം കൊണ്ട് അയാൾക്ക് മന്താണ്. അയാളുടെ കാല് പൊളിഞ്ഞിരിക്കുകയാണ്, പൊട്ടി ഒലിക്കുന്നുണ്ട്. ആ 48 വർഷം കൊണ്ട് അയാളുടെ ഭാര്യ അതേ മുറിയിലാണ് കിടന്നുറങ്ങുന്നത്. അതിന്റെ 4 വശത്തുള്ള വീട്ടുകളിൽ 14 അംഗങ്ങൾ അവരുടെ വീട്ടിലുണ്ട്. ഇതിന് ഒരെണ്ണത്തിനും മന്ത് പിടിച്ചിട്ടില്ല. ഇയാളുടെ മന്ത് കടിച്ച കാലേന്ന് ആദ്യം ഈ കൊതുക് ആരെ കുത്തണം? ഭാര്യനെ കുത്തണം. ദിവസേനയിട്ട് കുത്തുക. എന്നിട്ട് അതിന് ഒരു കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ മന്തുള്ളത് ചേർത്തലയിലാണ്. അറിയാലോ. ഈ ചേർത്തലയുടെ സെൻട്രലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അവന്റെ അയലത്തുള്ളവർക്കുമില്ല. എവിടെ മന്തുണ്ടോ ആ മന്തുണ്ടെങ്കിൽ, മന്ത് കൊതുകാണ് പരത്തുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം അവരെ വീട്ടിലുള്ളവർക്കെല്ലാം മന്ത് പിടിക്കണം. അപ്പോ കൊതുകല്ല മന്ത് പരത്തുന്നത്, വേറെ ഏതോ സാധനമാണ്. അത് നിങ്ങൾ പോയി കണ്ടുപിടിച്ചു വാ. നിങ്ങൾ പറയുന്ന ഈ കള്ളത്തരം വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഏത് കള്ളത്തരം പറയാൻ? ഇത് മന്തുണ്ടാക്കാനല്ല, ഇത് നിങ്ങളെ രോഗിയാക്കിയിട്ട് കമ്പനിക്കാരന്റെ പരിപാടിയാണ്. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ കൊല്ലത്തെ പനി വന്നു തുടങ്ങി, അറിയാലോ. അപ്പം ഇനിയിപ്പോ ഇതിന് പേര് മാത്രം ഇനി ഇട്ടാൽ മതി. കഴുതയാണോ കുതിരയാണോ എന്താണെന്ന് വെച്ചാൽ അതിന്റെ പേര് ഇപ്പൊ ഇടും അവര്. ഇട്ടിട്ട് ഇതിന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ പത്രക്കാരെ വിളിക്കും, മനസ്സിലായോ, മാധ്യമക്കാരെ വിളിക്കും. ഈ പനിയുടെ ലക്ഷണം ഇവനങ്ങോട്ട് തട്ടിവിടും. പനിക്ക്, ഈ വരുന്ന പനിക്ക് കഴുതപ്പനിയുടെ ലക്ഷണം മൂക്കിക്കൂടെ കൂട് കയറി വരും, അല്ലെങ്കിൽ അവന്റെ കണ്ണിക്കൂടെ കൂട് സമയത്ത് വെള്ളം വരും. കുറെ നമ്പറുകൾ ഇങ്ങോട്ട് ഇറക്കും. ഇത് ഇറക്കുമ്പോ നമ്മൾ ഇതെല്ലാം വായിച്ച ചിരിക്കുകയാണ്. ഇരിക്കുമ്പോഴാണ് അയലത്തെ വീട്ടിൽ ഒരുത്തരുടെ പുറത്ത് ഈ പനി അങ്ങോട്ട് പിടിക്കും. നമ്മൾ ഓടിച്ചെന്ന് നോക്കും, ഈ പറഞ്ഞത് ഇതെല്ലാം അവിടെ ടെലി ചെയ്യും. കറക്റ്റാണ്, ആ രോഗം തന്നെ. ഉടനെ അവൻ ഓടും. ഈ ഗുളിക അവൻ പറഞ്ഞുകൊണ്ടുള്ള ഗുളിക ഇന്ന ഗുളിക മേടിച്ച് അവന്റെ വീട്ടിൽ കൊണ്ടുവച്ചെങ്കിൽ അവൻ ഉറക്കം വരും. അങ്ങനെ അവൻ ഓടിക്കുന്നു. ഇതാണ് ഈ ഗുളിക പരത്തുകയാണ്. ഈ രോഗങ്ങള് പൊതുവേ പരത്തി വിടുകയാണ്. അതിന് ഭയപ്പെടുത്തുക. എല്ലാ രോഗങ്ങളും നമ്മളെ ഭയപ്പെടുത്തി ഉണ്ടാക്കുകയാണ്. ഇത് ലോബിയാണ്. ഇതൊരു ഭയങ്കര പരിപാടികളാണ്. ഇതാണ് എന്റെ സത്യം. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അതിലുള്ള ഒറ്റ കാര്യം സാറിനോട് ചോദിച്ചു, ഒരു സംശയം ഒന്ന് ചോദിച്ചു. നിങ്ങൾ ആശുപത്രി പോകുമ്പോ ആരാണ് നിങ്ങളുടെ രോഗനിർണയം നടത്തുന്നത്? 10ാം ക്ലാസ്സും കുസ്തിയും പഠിച്ചു ഇല്ലേ? തീർന്നോ? ശരി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. ഇനി നിങ്ങളുടെ സംശയത്തിലോട്ട് തന്നെ ഞാനിതങ്ങോട്ട് വരും. ഇതിന് ചർച്ചയിലേക്ക്. ഓക്കെ. അപ്പൊ ഞാനിവിടെ ഇരിക്കാൻ ശരിയാ. എന്താ പിന്നെയും ചേച്ചി അവിടെ തന്നെ വന്നു. രോഗത്തിന്റെ പുറകെ വരരുത്. എനിക്ക് ഒട്ടും പിടിക്കാത്ത സാധനമാണിത്. കാരണം കഫ എവിടെ നിന്നുണ്ടായി? അവിടെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. കൊളസ്ട്രോളിന്റെ കാര്യം നേരത്തെ ചോദിച്ചു. കൊളസ്ട്രോൾ എങ്ങനെയുണ്ടായി? എല്ലാവർക്കും കൊളസ്ട്രോൾ ഉണ്ട്. കൊളസ്ട്രോൾ ഇല്ലാതെ നിങ്ങൾക്ക് നടക്കാൻ പറ്റൂല. കൊളസ്ട്രോൾ എന്ന് പറയുന്നത് മദ്യമാണ്, മനസ്സിലായോ? ഈ കൊളസ്ട്രോൾ ഇല്ലാതെ ഒരാൾക്ക് നടക്കാൻ പറ്റൂല. നിങ്ങളിപ്പോ സംസാരിക്കണമെങ്കിലും ഇരിക്കണമെങ്കിലും നിങ്ങൾക്ക് കൊളസ്ട്രോൾ വേണം. അതിന് ചട്ടനും പൊട്ടനും ഒന്നും ഇല്ല. അവർ കുറച്ച് LDL HDL അത് കുറഞ്ഞു ഇത് കുറഞ്ഞു നമ്മൾ നടക്കുന്നത്. നല്ല കൊളസ്ട്രോളും പന്ന കൊളസ്ട്രോളും ഒരു സാധനം ഇല്ല. രണ്ടും വേണം. രണ്ടും കുറഞ്ഞാലും കുഴപ്പമാണ്. അതിന് ചട്ടൻ വേറെ പൊട്ടൻ വേറെ ഇതൊന്നും ഇല്ല. ഇനി ഇത് അതാണ് അപകടം. ഇന്നലെ വരെ പറഞ്ഞ ശാസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? 2009 നോബൽ പുരസ്കാരം കിട്ടിയത് ക്യാൻസർ എന്ന് പറയുന്നത് സെല്ലുകളുടെ അമിത വളർച്ചയാണെന്നല്ല, സെല്ലുകളുടെ അമിത വാർദ്ധക്യമാണെന്ന് പറഞ്ഞവനാണ്. പഠിച്ചു വെച്ചോളൂ. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാര് 3 എണ്ണം 2009 വരെ പറഞ്ഞത് സെല്ലുകളുടെ കോശങ്ങളുടെ അമിത വളർച്ചയാണെന്ന് പറഞ്ഞു. അതിന്റെ ചികിത്സയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും 2009 നോബൽ പുരസ്കാരം കിട്ടിയതിന് ശേഷവും അതേ റേഡിയേഷനും അതേ കീമോയും അതേ ഓപ്പറേഷനും ഇപ്പോഴും നടക്കുന്നു. വാർദ്ധക്യത്തിന് ആരുടെ കയ്യിലാണ് മരുന്നിരിക്കുന്നത്? സെല്ലുകളുടെ അമിത വാർദ്ധക്യമാണെന്ന് പറഞ്ഞാൽ സെല്ലുകൾക്ക് മനുഷ്യന്റെ വാർദ്ധക്യത്തിന് മരുന്നിരിപ്പുണ്ടോ? ഒന്നുകൂടെ ചോദിച്ചോട്ടെ,
ഒരു രോഗിയെ ക്യാൻസർ പിടിച്ച് മരിച്ചത്, അതേ രോഗം അവിടെ ചത്തിട്ട് ശവം കൊണ്ടുപോകാഞ്ഞോളൂ. കൊണ്ടുപോകുമ്പോൾ അതേ രോഗത്തിന് വീണ്ടും നമ്മൾ ഓപ്പറേഷന് കൊണ്ടു കൊടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നമ്മള് ഇത് ഏത് സംസ്കാരം? അതെ ചോദിച്ചു, അതാ ഞാനും ചോദിക്കുന്നത്. എടാ ഒരുത്തെന്താ അതേ രോഗം പിടിച്ച് ഒരുത്തെങ്കിൽ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, ക്യാൻസറിനെ ചികിത്സിക്കുന്നവരേ മരിക്കുന്നുള്ളൂ, അല്ലാത്തവനൊന്നും മരിക്കുന്നില്ല. ഇല്ല സംശയം അവനവനെ വിശ്വസിക്കോ? തമ്പുരാനെ വിശ്വസിക്കോ? ഉണ്ടല്ലോ. അതിന് ഒരിടത്തിലോട്ട് ഇറങ്ങുക, ഇന്നു മുതൽ കൃഷി ചെയ്യാൻ തുടങ്ങുക, നല്ലത് തിന്നുക. പ്രശ്നം വേണ്ടേ? അതൊക്കെ നിങ്ങളുടെ പ്രശ്നം, അതൊന്നും എന്റെ പ്രശ്നം അല്ലല്ല. അതൊക്കെ മുട്ടാ ചോദ്യ. ആര് പറഞ്ഞതൊക്കെ പറയാ ഇങ്ങനെ? ഇതൊക്കെ മുട്ടാ ചോദ്യങ്ങളും മുട്ടാ ഉത്തരങ്ങളുമാണ്. സ്ഥലമില്ലെന്നാ? എത്ര സ്ഥലം വേണം? കണ്ടോ? കേട്ടാ? അതിനാണ് ബൈബിളിൽ പറഞ്ഞത്. അല്ലല്ല, അതെ, അതാണ് ആ പറഞ്ഞ. അധ്വാനിക്കാൻ തയ്യാറാവ് കാണാൻ നമുക്ക്. അല്ലെങ്കിൽ ഒന്നുമില്ല, അധ്വാനിക്കാൻ തയ്യാറായാലും വേണ്ടില്ല, അവനവനെ ഒന്ന് വിശ്വസിക്കും. നിങ്ങൾക്ക് ആരെങ്കിലും വിശ്വാസമുണ്ട്? അവനവനെ വിശ്വാസമുണ്ട്, തമ്പുരാനെ വിശ്വാസമുണ്ട്. അതെ, ഒന്നും വേണ്ട, അവനവൻ ഇതിനകത്ത് അവനവനെ വിശ്വസിക്കുക. ഒരു മിനിറ്റ്. സെല്ലുകളുടെ വിഷയമല്ല. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോളൂ. നിങ്ങൾ ഇനിയെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പ്ലേറ്ററ്റിന്റെ കൗണ്ട് കുറയുകയോ, ഹീമോഗ്ലോബിന്റെ കൗണ്ട് കുറയുകയോ, അല്ലെങ്കിൽ WBCയുടെ TCയുടെ കൗണ്ട് കൂടുകയോ ചെയ്താൽ നിങ്ങൾ ഓൺ ദി സ്പോട്ടിൽ എന്നെ ഒന്ന് വിളിച്ചു. എന്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, എന്നെ വിളിക്കുക. അപ്പൊ ഞാൻ പ്രതിവിധി അപ്പം പറഞ്ഞുതരാം. അത് കഴിച്ചിട്ട് ആ ഇല കഴിച്ചതിന് ശേഷം 3 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് എന്നെ വീണ്ടും വിളിക്കും. അപ്പൊ നിങ്ങൾ കാര്യം അങ്ങനെ 100 എണ്ണം പാസ്സായത് കിടപ്പുണ്ടോണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് 3 ക്യാൻസർ ഡോക്ടർമാരെ വിളിച്ച് മുമ്പിൽ നിർത്താൻ ഒരു സംവാദവും വേണ്ട, ബോധവൽക്കരണമെന്ന് പറഞ്ഞ് വിളിക്ക്. എന്നെ കൂടെ പിടിച്ച് ഇടയ്ക്കൊന്ന് ഇരുത്തിയാൽ മതി, ഞാൻ വരാം. എന്നെ ഒന്ന് ഇടയ്ക്ക് ഇരുത്തണം. ചോദ്യം ഞാൻ ചോദിച്ചോളാം. വീഡിയോ വേണ്ട നമുക്ക്, ഇതുപോലൊരു ക്യാമറയും വേണം, വേറെ ഒന്നും വേണ്ട. എന്നിട്ട് CD ഇളക്കി അങ്ങോട്ട് പ്രചരിപ്പിക്കണം. അവസാനം തീർന്നു. അവരെ വിളിക്കുക, 3 എണ്ണത്തിനെ വിളിച്ചിരുത്ത്. ഏതാ? പ്രകൃതി ജീവനമാണ്, പ്രകൃതി ചികിത്സയല്ല. അതാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് പ്രകൃതി എന്ന് പറയുന്നത് ചികിത്സയാണെന്നാണ്. അവിടെയാ തെറ്റുപറ്റിയേ. പ്രകൃതി ജീവനമാണ്, അല്ലാതെ പ്രകൃതി അനുസരിച്ച് ജീവിക്കാൻ. നിങ്ങൾ ഈ പ്രകൃതി ജീവനം അനുസരിച്ച് ജീവിക്കാമെങ്കിൽ തന്നെ കൃഷി കുറയ്ക്കാം, കൂടുതൽ തിന്നത്തില്ല. ഇത് മാറ്റി അതാണ് ഇതിന്റെ സത്യം. കുറച്ച് ഭക്ഷ്യക്ഷാമം നിർത്തലാക്കാൻ ഒറ്റ വഴി എന്തുവാ? പ്രകൃതി ജീവനം അനുഷ്ഠിക്കുക. ലോകത്തുള്ള ഒരു എന്ന് പറഞ്ഞാൽ 1 കിലോ 600 ഗ്രാമാ ഒറ്റ നേരെ ഇരുന്ന് അടിക്കുന്നത്. ഒരു ഷവർമ ആണോ? അത് അടിച്ചാൽ പറ്റില്ല, ലെഫ്റ്റ് അടിക്കാം. ഡോക്ടർ പറഞ്ഞു ലെഫ്റ്റ്. എന്നാൽ ഈ ഷവർമ നിർത്താൻ ഡോക്ടർ പറയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ ഒരു രോഗിയുടെ രോഗം മാറാൻ ഒരൊറ്റ ഡോക്ടറെ സമ്മതിക്കൂല. കാരണം രോഗം മാറിയാൽ അവന്റെ കച്ചവടം പൂട്ടി. അത് പണ്ട് അന്നെന്തുണ്ടായിരുന്നു? അന്ന് മനസാക്ഷി ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടർമാരെ നമ്മൾ ദൈവമായിട്ട് തന്നെ കണ്ടത്. ഇന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇപ്പോഴും. ഇന്ന് ആദ്യം നോക്കുന്നത്, ഞാൻ എന്റെ വീട്ടില് എന്നെ കാണാൻ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കും. എന്നാൽ എനിക്ക് ജീവിക്കണം, അതിന് വേണ്ടി ഞാൻ അപ്പുറത്തോട്ട് പറഞ്ഞു, നീ അങ്ങ് മേടിച്ചു, നമ്മൾ ഈ പാപത്തിനകത്തില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയാമോ? പാപം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരാളെ നിങ്ങളുടെ കാശ് മേടിക്കാൻ തുടങ്ങിയാൽ അടുത്ത പ്രാവശ്യം വരുന്ന പേഷ്യന്റെ അടുത്ത് അടുത്ത് എന്താ എന്റെ ചിന്താഗതി എന്നറിയാമോ? അതിനെ കടിച്ചോ കൂട്ടി അങ്ങനെ മേടിക്കാം. ഇതെന്റെ മനസ്സിനകത്ത് കയറിയാൽ നിങ്ങളുടെ രോഗം മാറും. ഇതാണ് എന്റെ സത്യം. ആർത്തി എപ്പം നിങ്ങൾ ഏറ്റവും വലിയ മരുന്ന് പണത്തിന്റെ ആർത്തി ഒന്ന് മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് നിങ്ങളുടെ ഏത് രോഗം മാറാതെ ആർത്തി. അപ്പോൾ നമുക്ക് ദൈവത്തെ വിശ്വസിക്കും, അപ്പോൾ നിങ്ങൾ എല്ലാത്തിനെയും വിശ്വസിക്കും, അപ്പോൾ നിങ്ങൾ ആരാന്ന് പഠിക്കും, അപ്പോഴെല്ലാം. ഇത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയോ? കാശുണ്ടാക്കും. ഈ കാശുണ്ടാക്കിയ അവസാനം നിങ്ങൾ എന്തോ ചെയ്യുന്നു? അവിടെ ഇട്ടേച്ചു പോവും. ആദ്യം ഭേദം നിങ്ങളൊന്ന് അടിച്ചു പൊളിച്ച. ഇപ്പൊ ഞാൻ വിളിക്കുന്ന പോലെ, ഞാൻ അടിച്ചു പൊളിക്കുന്ന പോലെ ഒന്ന് അടിച്ചു പൊളിച്ച പോലെ എനിക്ക് വലിയ സന്തോഷമാണ്. അതിന്
ഡിപ്രഷൻ. അതിന് ഏറ്റവും കൂടുതൽ പ്രഷർ ആർക്ക് ഡൗൺ ആവുന്നു? ശരീരത്തിന്റെ പ്രഷർ ഡൗൺ ആവുമ്പോഴാണ്